കേൾക്കുന്ന വാർത്തകളൊക്കെ കാണുന്നുണ്ടല്ലോ അല്ലേ? ഇപ്പം നക്ഷത്രങ്ങൾ എന്ന് പറയുമ്പോൾ ദൂരെ നിന്ന് നോക്കുമ്പോൾ നല്ല തിളക്കമായിരിക്കും, മിന്നലൊക്കെ ഉണ്ടാകും. പക്ഷേ അടുത്ത് ചെല്ലുമ്പോഴാണ് അറിയുന്നത് മുഴുവൻ കുഴികളൊക്കെ നിറഞ്ഞിരിക്കുകയാണ് എന്നുള്ളത്. അതുപോലെ തന്നെയാണോ ഈ താരങ്ങളും? മിന്നുന്നതെല്ലാം പൊന്നല്ല എന്നാവുകയാണോ? നമ്മളിപ്പോൾ നമ്മുടെ ദൃശ്യമാധ്യമങ്ങളിലൂടെ അറിയാൻ കഴിയുന്ന ഒരു കാര്യം ഇതാണ്. കാരണം സത്യം എന്തെന്നത് ശരിക്കും വളരെ വ്യത്യസ്തമായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. നമ്മൾ വിചാരിക്കുന്ന പലരും പല രീതിയിലല്ല, നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല അവരുടെ യഥാർത്ഥ ജീവിതം എന്ന് വളരെയധികം വരച്ചു കാട്ടുന്നതാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിലൂടെ ദൃശ്യമാധ്യമങ്ങളിലൂടെ നമ്മൾ കണ്ട ഒരു കാര്യം. അതായത് പ്രധാനമായിട്ടും ഇപ്പോഴേ നമ്മളുടെ യുവാക്കള് അവരുടെ ഒരു യൂത്ത് ഐക്കൺ അല്ലെങ്കിൽ അവരുടെ ഒരു മാതൃക, യുവാക്കൾ എപ്പോഴും ഒരു മാതൃക നോക്കാനായിട്ട്, സൃഷ്ടിക്കാനായിട്ട് അല്ലെങ്കിൽ ഒരു മാതൃക വെക്കാനായിട്ട് ആഗ്രഹിക്കുന്ന വ്യക്തികളാണ്. കാരണം അവരുടെ ജീവിതത്തിൽ അവര് പക്വമേറിയ തീരുമാനങ്ങൾ എടുക്കാൻ പോകുന്നു. അപ്പൊ അതിന് മുൻപായിട്ട് അവർ ഓരോരുത്തരെയും, ഇപ്പൊ ചിലര് ഇന്ന ആളെ മാതൃകയാക്കി വെക്കുന്നു, വേറൊരാളെ മാതൃകയാക്കി വെക്കുന്നു. അങ്ങനെ ഒരു മാതൃകയാക്കുന്ന ഒരു സമൂഹത്തില് ഏതാണ് നല്ലത് ഏതാണ് തെറ്റ് എന്ന് പറയാനായിട്ട് അല്ലെങ്കിൽ തീരുമാനിക്കാനായിട്ട് യുവാക്കൾക്ക് പറ്റുന്നില്ല. കാരണം ഇന്നത്തെ കാലഘട്ടത്തില് നമ്മുടെ ഇപ്പോഴത്തെ ദൃശ്യമാധ്യമങ്ങളിലൂടെ, സിനിമയിലൂടെ എല്ലാവരും വളരെയധികം ഇൻഫ്ലുവൻസ്ഡ് ആണ്. നമ്മളിപ്പോൾ കഴിഞ്ഞ ദിവസം ഇറങ്ങിയ ഒരു വളരെ വയലൻസ് ഏറിയ ഒരു സിനിമയുണ്ടായി. ആ സിനിമയുടെ പിന്നില്, ആ സിനിമയ്ക്ക് ശേഷം സ്കൂൾ കുട്ടികൾ വരെ, അതായത് പ്രായപൂർത്തി തികയാത്ത കുട്ടികൾ വരെ വാളും പരിചയും കത്തിയൊക്കെ ആയിട്ടാണ് സ്കൂളുകളിൽ ആഘോഷങ്ങൾക്ക് പോകുന്നത്. വളരെ ചെറിയൊരു കാര്യത്തിന് പോലും വളരെ വിദ്വേഷം വെച്ച് പുലർത്തുന്ന, ദേഷ്യത്തോടെ വൈരാഗ്യത്തോടെ പെരുമാറുക, അത് ഈ നമ്മുടെ ഇപ്പോഴത്തെ നവമാധ്യമങ്ങളിലൂടെ, ദൃശ്യമാധ്യമങ്ങളിലൂടെ വരുന്നതാണ്. ഇവിടെയെല്ലാം തന്നെ ഇവർ ആരാധകരായിട്ട് സ്വീകരിക്കുന്നത് ഈ കഥാപാത്രങ്ങളെയാണ്. ഈ കഥാപാത്രങ്ങൾ ചെയ്യുന്ന കാര്യം എന്ത് എന്നാണ് അവർ നോക്കുന്നത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ സെന്റ് തോമസ് കോളേജിൽ ചെയർമാൻ ആയിരുന്ന സമയത്ത് ഞാൻ എന്റെ കുറച്ച് സുഹൃത്തുക്കളോട് ഇങ്ങനെ ചോദിച്ചു, താങ്കൾ എന്തുകൊണ്ടാണ് ഇന്ന പാർട്ടി ഇങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നത്, ഇന്ന പാർട്ടിയെ സപ്പോർട്ട് ചെയ്യുന്നതെന്നൊക്കെ ചോദിക്കുമ്പോൾ ചില കുട്ടികൾ പറയുന്ന ഉത്തരം ഇത്രേ ഉള്ളൂ: നിങ്ങളുടെ പാർട്ടിക്കാര് ഇന്ന നടനെ ഇന്ന സിനിമയിൽ അടിച്ചില്ലേ, ഇന്ന സിനിമയിലെ കഥാപാത്രമാണ്, കഥയിൽ ഉള്ള രീതിയാണ്, അപ്പൊ ഇന്ന കഥാപാത്രത്തിനെ നിങ്ങൾ ഇന്ന പാർട്ടിക്കാർ അടിച്ചില്ലേ, അതുകൊണ്ട് ഞങ്ങൾ നിങ്ങളുടെ പാർട്ടിയോട് എതിർപ്പാണെന്ന് വരെ ചിന്തിക്കുന്ന വിവേകശൂന്യമായ ഒരു തലമുറയിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. അപ്പൊ നമ്മുടെ കാലഘട്ടത്തില് നമുക്കറിയാം, ഓരോ ഭാരതീയനും മനസ്സിൽ കൊണ്ടു നടക്കുന്ന ഒരു മുഖമുണ്ട്, നമ്മുടെ മഹാത്മാഗാന്ധിജിയുടെ. മഹാത്മാഗാന്ധിജി നൽകിയ ഏറ്റവും വലിയൊരു മെസ്സേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ ലൈഫ് തന്നെ. അദ്ദേഹം പറയുന്നുണ്ട്, മൈ ലൈഫ് ഈസ് മൈ മെസ്സേജ്. അപ്പൊ ഇപ്പോലെയുള്ള ആൾക്കാരെ മാതൃകയാക്കാനായിട്ട് നമുക്ക് പറ്റും. കാരണം അവരുടെ ലൈഫ് നമുക്ക് ചൂസ് ചെയ്യാം, എടുക്കാം. നമുക്ക് അവരുടെ ലൈഫ് കണ്ടുകൊണ്ട് നമുക്ക് ചെയ്യാം. ഞാൻ മുൻപ് എവിടെയോ കേട്ട പോലെ എന്റെ മനസ്സിൽ ഇപ്പോൾ വരികയാണ്, എന്റെ വാക്ക് കേട്ടാൽ മതി, പ്രവൃത്തി അന്വേഷിക്കേണ്ട ഒരു ചൊല്ലി ഇങ്ങനെ എന്റെ മനസ്സിലൂടെ കടന്നു പോകുകയാണ്. അങ്ങനത്തെ ഒരു കാലഘട്ടത്തിലൂടെയാണ് കടന്നത്. ഇപ്പൊ ഈ വേടനും കാടനും ഒക്കെ കയറി വരുന്നു. അപ്പൊ അദ്ദേഹത്തിന്റെ കഴിഞ്ഞ ദിവസം വളരെ ഫേമസ് ആയ ഒരു വീഡിയോ ഞാൻ കാണുകയുണ്ടായി. സിന്തറ്റിക് ഡ്രഗിനെ കുറിച്ച് വളരെ വലിയ കാര്യം അദ്ദേഹം പറയുന്നുണ്ട്. ഇത് എന്ന പോലെയാണ്, എത്ര ദൂഷ്യവശങ്ങളുണ്ട്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് പെട്ടെന്ന് നമ്മളെ വാർത്താ ചാനലുകൾ തുറക്കുമ്പോൾ വേടൻ അറസ്റ്റ് ചെയ്യും എന്നുള്ള ഒരു വാർത്തയെ കാണുന്നത്. അപ്പൊ സമൂഹത്തിന് എന്താണ് അവർ നൽകുന്നത്? സ്വയം അവരുടെ ഒരു ഇതിന് വേണ്ടിയിട്ട്, ഒരു ഉന്നമനത്തിന് വേണ്ടിയിട്ട് അവർ പലതും ശരിക്കും പല പറയുകയാണെങ്കിൽ കാര്യങ്ങൾ. ശ്രീ എൽവിൻ, ശരിക്കും പറയുകയാണെങ്കിൽ യുവാക്കളും അതുപോലെ തന്നെ കുട്ടികളും അടങ്ങുന്ന ഈ ഗ്രൂപ്പ് ഒരു എനർജി കിട്ടണമെങ്കിൽ അല്ലെങ്കിൽ ക്രിയേറ്റിവിറ്റി വേണമെങ്കിൽ ഈ ലഹരി ഉപയോഗിക്കണം എന്നൊരു സന്ദേശത്തിലേക്ക് അവരെ കൊണ്ടുവന്ന് ചാടിക്കുകയാണോ? സത്യമായിട്ടും കാരണം ഇന്നത്തെ കാലഘട്ടത്തില് തെറ്റായ രീതിയിലാണ് ഡ്രഗ്സിനെ അവർ യൂസ് ചെയ്യുന്നത്. ഇപ്പം MDMA പോലെയുള്ള ഡ്രഗുകൾ യൂസ് ചെയ്യുന്ന കുട്ടികളോട് ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറയുന്ന കാര്യം, പരീക്ഷയ്ക്ക് ഒരുങ്ങാനായിട്ട്, ഉറക്കം വരാതിരുന്ന് പഠിക്കാനായിട്ട് അവർ യൂസ് ചെയ്യാൻ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ്. വളരെ ഞെട്ടിക്കുന്ന കാര്യമാണ്. നമ്മുടെ സ്കൂൾ ക്യാമ്പസുകളില്, കോളേജ് ക്യാമ്പസുകളിൽ ഇത്രയും ഡ്രഗ് സുലഭമായിട്ട് ലഭിക്കുന്നുണ്ട്. അപ്പൊ അവരൊക്കെ ഇതൊരു തെറ്റായ രീതിയിൽ ഇന്ന കാര്യത്തിന് വേണ്ടി അവർ യൂസ് ചെയ്യുന്നു. പതിയെ 3-4 വർഷങ്ങൾക്ക് ശേഷം ഇത് വളരെ അഡിക്ഷൻ ആയി മാറുന്നു. അവർക്ക് പറ്റാത്ത കാര്യങ്ങൾ ചെയ്യുന്നു. അപ്പൊ ഈ പകൽ വെളിച്ചത്തില്, ഇപ്പൊ നമ്മളിപ്പോ ചിലർ മാതൃകയാക്കുന്ന കാര്യം പറയുമ്പോൾ ഒരു പകൽ വെളിച്ചത്തിന് എന്തെങ്കിലും ആയിരിക്കും, പക്ഷെ ഇവരുടെയൊക്കെ ജീവിതത്തിന്റെ ഉള്ളില് ഇവര് ഇന്ന പോലെ ഈ ലഹരി ഉപയോഗം ഇവർക്കൊരു ഉത്തേജക മരുന്ന് പോലെ അവർ യൂസ് ചെയ്യുക. അവരുടെ ജീവിതവും അവർ പറയുന്നത് തമ്മിൽ വളരെ വ്യത്യാസമാണ്. അവർ കാണിക്കുന്ന മാതൃക. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഓരോ സിനിമ ഫീൽഡിലേക്കും സംവിധായകന്മാർ പറയുന്നുണ്ടായി, ഞങ്ങളുടെ സിനിമാ സെറ്റുകളിലെ അന്വേഷണം ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. പക്ഷെ ഇവർ എടുക്കുന്ന സിനിമകളിലെ കഥകൾ പരിശോധിച്ചു കഴിഞ്ഞാൽ അതില് ഡ്രഗ്സിന് കൊടുക്കുന്ന പ്രാധാന്യം,
സിഗരറ്റ് യൂസ് ചെയ്യുന്നതിന് അടിയിൽ സ്മോക്കിംഗ് കിൽസ് അതുപോലെ മറ്റു കാര്യങ്ങൾ പറയുന്നുണ്ട്. എന്നിരുന്നിട്ട് പോലും ഇവർ ഈ സിനിമകളിൽ നിന്നോ മറ്റ് അവരുടെ കാര്യങ്ങളിൽ നിന്നോ ഇത് ഒഴിവാക്കുന്നില്ല. ഇവർക്ക് ഇത് ഒഴിവാക്കാൻ പറ്റും ഈ സിനിമയുടെ ചിത്രീകരണത്തിനോ അല്ലെങ്കിൽ അതിന്റെ പൂർണ്ണതയ്ക്ക് വേണ്ടിയിട്ടാണെന്നാണ് ഇവർ പറയുന്നത്. ഇന്ന പൂർണ്ണത മറ്റുള്ളവർ കാണുക, കണ്ടനുകരിക്കുന്ന ഒരു സമൂഹത്തിലൂടെയാണ് നമ്മളിപ്പോൾ കടന്നു പോകുന്നത്. അപ്പോ ഓരോ കാര്യങ്ങൾ ഇപ്പൊ എല്ലാവരും മാതൃകയായിട്ട് ഇന്ന ആളെ കാണുമ്പോൾ ഇന്ന പോലെ പോകുന്നു. ആ ഒരു രീതിയിലേക്ക് കടക്കുന്ന യുവാക്കൾക്ക് ഇന്ന കാര്യങ്ങൾ കാണുന്നു. അതുപോലെ മദ്യം, നമ്മളിപ്പോഴത്തെ സ്കൂളുകളിൽ ഞാൻ ഓർക്കുന്നുണ്ട് കുറച്ചു കാലം മുൻപ് തല്ലുമാല എന്നുള്ളൊരു സിനിമ ഇറങ്ങിയ സമയം. ആ സിനിമ ഇറങ്ങിയതിന് ശേഷം ഒരു 3-4 മാസത്തേക്കുള്ള ട്രെൻഡ് നടുറോട്ടിലിട്ട് തല്ലുക, ബസ് സ്റ്റാൻഡിലിട്ട് തല്ല്. അത് സ്കൂൾ കുട്ടികളാ, സ്കൂൾ യൂണിഫോമില്. നമ്മുടെ ഇവിടെ പരിസരത്തുള്ള ഗവൺമെന്റ് സ്കൂള്, പാവപ്പെട്ട സാധാരണക്കാരന്റെ വീട്ടിലെ കുട്ടികളാണ് തമ്മിലടിച്ചും ഈ ചെറുപ്രായത്തിൽ കേസിൽ അകപ്പെട്ട് പോകുന്നത്. അപ്പം ലഹരി എന്നുള്ളത് വളരെ വലിയ വിപത്തായിട്ട് തന്നെ നമുക്ക് കാണേണ്ട ഒരു സാഹചര്യമാണ്. പിന്നെ അതുപോലെ പണ്ട് കാലത്ത് നമ്മുടെ യുവാക്കള് ഇപ്പൊ സ്വാതന്ത്ര്യ സമര സമയത്ത് എടുത്തു നോക്കുകയാണെങ്കിൽ അന്ന് യുവാക്കളെ അവരുടെ ഒരു പ്രചോദനമായിട്ടും ഒരു റോൾ മോഡലായിട്ട് എടുത്തിരുന്നത് അന്നത്തെ സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി ധീരമായ സമരങ്ങളും കാര്യങ്ങളും നടത്തിയ ആൾക്കാരായിരുന്നു. നെഹ്റുവിനെ പോലെയുള്ളവരെ എടുത്തിട്ടുണ്ട്, അംബേദ്കറിനെ പോലെ എടുത്തവരുണ്ട്. അതിനുശേഷം നമ്മൾ ചിന്തിക്കുമ്പോൾ അബ്ദുൽ കലാമിനെ പോലെയുള്ള ആൾക്കാർ വരുന്നു. അബ്ദുൽ കലാമിനെ പോലെയുള്ള വിശ്വഗുരുക്കന്മാരെ മാതൃകയായി സ്വീകരിക്കുന്നു. പക്ഷെ ഇന്നത്തെ കാലത്ത് എന്താ സംഭവിക്കുന്നത്? ഇന്നത്തെ കാലത്ത് ഓരോ കുഞ്ഞു കുട്ടിക്കും, കഴിഞ്ഞ ദിവസം ഞാനൊരു സ്കൂളിൽ പോയിരുന്നു. ആ സ്കൂളിലെ കുട്ടികളോട് ഇങ്ങനെ സംസാരിക്കുമ്പോൾ അവർ പറയുന്ന അവരുടെ ഏറ്റവും വലിയ ഫാൻ ആരാന്ന് ചോദിച്ചപ്പോൾ അവർ പറയുന്നത് BTS എന്നാണ്. നമ്മുടെ നാട്ടിൽ പോലും അല്ല, പുറം രാജ്യത്തുള്ള ഒരു മ്യൂസിക് ബാൻഡിലെ ഇവരെയാണ് ഇപ്പോഴത്തെ തലമുറയ്ക്ക്, ഇവിടുത്തെ കുട്ടികൾക്ക് താല്പര്യം. അപ്പോ നമ്മുടെ കുട്ടികളെ ഇന്നത്തെ കാലത്തെ മീഡിയ അത്രമാത്രം അവരുടെ ജീവിതത്തിൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. അതേ വഴി തന്നെ ഇതേ ചാനലിലൂടെ ഡ്രഗ്സിന്റെ ഒഴുക്കും നമ്മുടെ കേരളത്തിലും നമ്മുടെ വിദ്യാർത്ഥികൾക്കിടയിലേക്ക് വരുന്നുണ്ട്. ഞാൻ ആദ്യം പറഞ്ഞിരുന്നു, നമ്മുടെ ഇപ്പോഴത്തെ കാലഘട്ടത്തിലെ ഒരു ട്രെൻഡാണ്, നമുക്ക് മതം വേണ്ട, വിശ്വാസം വേണ്ട, ധാർമ്മികത വേണ്ട, ഇങ്ങനെയൊക്കെ ജീവിച്ചു പോയാൽ മതി എന്നുള്ള ഓരോ അർത്ഥശൂന്യമായ തലങ്ങളിലേക്കും വിദ്യാർത്ഥികളെ അതുപോലെ യുവാക്കളെ എത്തിക്കുന്ന ഒരു സാഹചര്യമാണ് ഇന്നത്തെ സിനിമയിലൂടെ നമ്മൾ കാണുന്നത്. തീർച്ചയായും ശ്രീ എൽവിൻ, മറ്റൊരു കാര്യം കൂടി എനിക്ക് ചോദിക്കാനുള്ളത്, അതായത് നിങ്ങൾ ആയിരിക്കുന്ന അവസ്ഥയിൽ സന്തോഷിക്കുക എന്ന് പറയുന്നത്, പക്ഷേ ഇപ്പോഴത്തെ യുവതലമുറ സന്തോഷം എന്ന് പറയുന്നത് കണ്ടെത്തുന്നത് ലഹരിയിലൂടെ മാത്രമാണ്. ബാക്കി എന്തെല്ലാം രീതിയിലുള്ള സന്തോഷങ്ങളുണ്ട്, പക്ഷെ അതൊന്നുമല്ല, ലഹരിയിൽ മാത്രമാണ് സന്തോഷം ഉള്ളത് എന്നൊരു കാഴ്ചപ്പാടിലേക്ക് ഇപ്പോഴത്തെ യുവതലമുറയും കുട്ടികളും പോകുന്നതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? ലഹരി ഈ സന്തോഷത്തിന്റെ മാത്രമല്ല, കൂട്ടായ്മ എവിടെയുണ്ട്, ഇപ്പോഴത്തെ തലമുറയിലെ കണ്ടൊരു കാര്യമാണ്, കൂട്ടായ്മ എവിടെയുണ്ടോ അവിടെയൊക്കെ ഈ ലഹരി വേണം എന്നുള്ളതാണ്. ഇപ്പൊ 3-4 കുട്ടികൾ ഒരുമിച്ച് ടൂർ പോവാണെങ്കിൽ നമ്മൾ അവരുടെ ബാഗ് പരിശോധിച്ചാൽ അതിനുള്ളിൽ മദ്യം ഉണ്ടാകും, മയക്കുമരുന്നുണ്ടാകും, സിന്തറ്റിക് ഡ്രഗ്സ് ഉണ്ടാകും, കഞ്ചാവ് പോലത്തെ സാധനങ്ങൾ ഉണ്ടാകും. ഇവര് വിചാരിക്കുന്നത് ഇവരിൽ തന്നെ സന്തോഷം കണ്ടെത്തുന്നു എന്നുള്ളതാണ്. ഇപ്പൊ സ്കൂളിലെ ഫെയർവെൽ പാർട്ടി കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടത്, വാർത്തകളിലൂടെ കാണുന്ന ഒരു കാര്യമാണ്. ഫെയർവെൽ പാർട്ടികളിൽ എന്താണ് കാണുന്നത്? ഫെയർവെൽ പാർട്ടി ആഘോഷിക്കാനായിട്ട് പോകുന്നത് മദ്യക്കുപ്പിയായിട്ടാ, പെപ്സിയിൽ മദ്യം കലക്കിയിട്ടാ. ഇപ്പൊ ഇന്നത്തെ കാലം ഇപ്പൊ ഓരോ കോളേജിൽ ഒരു പ്രോഗ്രാം നടക്കുകയാണെങ്കിൽ, ഇപ്പൊ ഒരു ഓണം സെലിബ്രേഷൻ ആയിക്കോട്ടെ, ഒരു ക്രിസ്മസ് സെലിബ്രേഷൻ ആയിക്കോട്ടെ, അല്ലെങ്കിൽ കോളേജ് ഡേ, അങ്ങനെയുള്ള പൊതു സെലിബ്രേഷൻ നടക്കുമ്പോ കോളേജ് അധികാരികള് വളരെ കാര്യക്ഷമമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കുട്ടികള് ഇന്ന ദിവസം ആഘോഷിക്കാനായിട്ട് വരുന്നത് ഈ മദ്യപിച്ചിട്ടും അതുപോലെ മറ്റു ലഹരിക്കും വേണ്ടിയിട്ടാണ്. അപ്പൊ ആഘോഷങ്ങളിൽ ഒരു പ്രധാന കണ്ണി എന്നുള്ളത് ഇപ്പോൾ ലഹരിയായി മാറിക്കൊണ്ടിരിക്കുകയാണ്, മദ്യമായി മാറിക്കൊണ്ടിരിക്കുകയാണ്, മയക്കുമരുന്നായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒരു കാലഘട്ടത്തിലൂടെ കിടക്കുന്നത്. അപ്പം ഇത്രയും ഇത്രയും സാഹചര്യങ്ങൾ നമ്മുടെ സമൂഹത്തിലേക്ക് ഇറക്കുന്നത് ഈ നവമാധ്യമങ്ങളിലൂടെ തന്നെയാണെന്ന് എനിക്ക് സ്ട്രോങ് ആയിട്ട് പറയാനായിട്ട് തീർച്ചയായിട്ടും പറയാം. അപ്പോൾ ഇത് കൺക്ലൂഷൻ ഈസ് മിന്നുന്നതെല്ലാം പൊന്നല്ല, സീൽഡ്, കാരണം അല്ലേ? സമകർത്തമായിട്ട് മാറും. കാരണം ഈ മിന്നുന്ന നക്ഷത്രങ്ങൾ നമ്മൾ ഇവിടെ നോക്കുമ്പോൾ മിന്നിക്കൊണ്ട് തന്നെ ഇരിക്കും, പക്ഷെ നമ്മൾ അങ്ങനെ ചെന്ന് കഴിയുമ്പോൾ ഇതൊരു ബ്ലാക്ക് ഹോൾ മാത്രമാണെന്നുള്ളൊരു യാഥാർത്ഥ്യത്തിലേക്ക് ഇന്നത്തെ യുവാക്കൾ എത്തണം. അതുപോലെ ഇന്നത്തെ തലമുറ എത്തണം. അതാണ് നമ്മുടെ സമൂഹം, നമ്മളിപ്പോൾ നല്ല നവമാധ്യമങ്ങളിലൂടെ നൽകേണ്ട ഒരു സന്ദേശം ഇത്രമാത്രമാണ്. ഇത് മിന്നുന്നതൊന്നും ശരിക്കും ഒന്നല്ല. നമ്മൾ വിവേകത്തോടെ ഓരോ കാര്യങ്ങളും തീരുമാനിക്കാനും അതിലേക്ക് കിടക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. അതിനുവേണ്ടി എല്ലാ യുവാക്കളോടും ഞാൻ പറയുകയാണ്, നമ്മുടെ ലഹരിയിലല്ല സന്തോഷം മറ്റു പലതിലുമാണ്. നമുക്ക് ഈ ലഹരിക്ക് വേണ്ടി ചെലവാക്കുന്ന പണമോ സമയമോ
അങ്ങനത്തെ കൂട്ടുകെട്ടാണ് നമുക്ക് മറ്റ് പലതിനും വേണ്ടി ചെലവഴിക്കാം. അങ്ങനെ നമുക്ക് സന്തോഷം നേടിയെടുക്കാം. താങ്ക് യു. തീർച്ചയായും തീർച്ചയായും എൽവിൻ പറഞ്ഞതിൻ്റെ ഒരു കൺക്ലൂഷൻ ഇങ്ങനെയാണ്. നമ്മൾ കാണുന്ന പല മിന്നുന്ന സംഭവങ്ങളും ഉണ്ട്. അവയൊന്നും പൊന്നാണ് എന്ന് വിചാരിച്ച് ഓടിച്ചെല്ലത് ഈയാമ്പാറ്റയെ പോലെ കൊഴിഞ്ഞു വരാനുള്ള സാധ്യതകൾ അതിവിദൂരമല്ല എന്നാണ് എൽവിൻ നൽകിയ നമ്മുടെ ഈ സന്ദേശം എന്ന് പറയുന്നത്. നെല്ലിക്ക ഇപ്പൊ എന്റെ മനസ്സിൽ ഓടി വരുന്ന ഒരു കവിതയാണ്. നമ്മുടെ രാജൻ കാട്ടാക്കടയുടെ നെല്ലിക്ക എന്നുള്ളൊരു കവിതയിൽ ഇപ്രകാരം പറയുന്നുണ്ട്: മിന്നുന്നു പലതെങ്കിലും അവ പൊന്നല്ല ഉണ്ണി, ജീവനാളം കണ്ടുപാറും പ്രാണികൾ പോലെ യെസ്. ചിറക് വെന്ത് കരിഞ്ഞ് മണ്ണിലടിഞ്ഞിടുമി എന്ന ആ നെല്ലിക്കയിലെ വരികൾ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. ഓക്കെ, വളരെ നന്ദി ശ്രീ എൽവിൻ പയസ്.